കൊച്ചമ്പ്രാട്ടി, 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 ഉറങ്ങുന്നില്ലേ? ഉറങ്ങണം. കന്നി എവിടെ? വലിയ തമ്പ്രാട്ടിയുടെ അറയിൽ. നാളെയാണ് പൊന്നാപുരത്തേക്ക് പുറപ്പെടേണ്ടത്. പുറപ്പെടാൻ മുന്നിട്ട് നിന്ന ആളിന് ഇപ്പോഴെന്താ ഒരു മടി? ഒന്നുമില്ല. ഒളിക്കേണ്ട കൊച്ചു തമ്പ്രാട്ടി, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മാധവി, കളത്തിൽ കണ്ട പുരുഷനെ നീ തിരക്കിയോ? എപ്പോഴേ തിരക്കി. എന്നിട്ട് ഞാൻ പറയട്ടെ? പറയും. ചോദിച്ചിട്ട് വന്ന് പറയാം. മാധവിക്ക് കളിയാണ്. വേണ്ട വേണ്ട, കണ്ടപാടെ കമ്പം കയറി കുരുക്കിലൊന്നും ചെന്ന് കുരുങ്ങന്നെ കൊച്ചു തമ്പ്രാട്ടി. മാധവി, ദേ വലിയ തമ്പ്രാട്ടി വിളിക്കുന്നു. അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല മക്കളെ. എല്ലാം മനസ്സിൽ തറച്ചു അമ്മേ. നല്ല കാര്യത്തിന് വേണ്ടി പൊന്നാപുരം കോട്ടയ്ക്ക് പോയി മണ്ണും ചാരവുമായി തീർന്ന എന്റെ അച്ഛന്റെ ചിരയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചൊല്ലുന്നതാണ്, പൊന്നാപുരം കോട്ടയും കേളുമൂപ്പനെയും തകർത്തെ ഞങ്ങൾ മടങ്ങി വരൂ അമ്മേ. അന്തമുള്ള കുഞ്ഞുങ്ങൾക്ക് കോട്ടവാവിൽ കൂടി നടക്കാനുള്ള വഴി തുറന്നിട്ട് ഞങ്ങൾ മടങ്ങി വരൂ. നീതിക്ക് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ അമ്മ ദുഃഖിക്കരുത്. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. ആപത്തടുക്കും മുമ്പ് അമ്മയെ അറിയിക്കാൻ മറക്കരുത്. അച്ഛന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പോയി. ചേട്ടാ, ആരോ വരുന്നുണ്ട്. അന്ന് എന്തിനാണ് കളത്തിൽ നിന്ന് കടന്നു കളഞ്ഞത്? അങ്ങനെ തോന്നി. ഓഹോ, ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതി കാണും. അങ്ങനെ കരുതിയില്ല. കരുതിയാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. ആ, പേര്? എന്റെ പേര് നമ്പി. ഇത് ചങ്ങാതി കണ്ണൻ. അത് ഞങ്ങളുടെ സേവകൻ തിരുവടി. ഇത് ഞങ്ങളുടെ കുതിര. പേര് അടിമാലി. ശരിക്ക് കാണിക്കടാ. എവിടുന്ന് വരുന്നു? നാട്ടിൽ നിന്ന് കാളികാവിൽ വ്രതത്തിനെത്തി ഊട്ടുപുരയിൽ കഴിഞ്ഞു. ഇവിടെ പൊന്നാപുരം കോട്ട കണ്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ? പുരളാതിരി നാട്ടിലെ രാജവംശത്തിലെ ഇളയ രാജാവ് ഞാൻ. പാലൂരിന്ന് പെണ്ണെടുത്തു. തമ്പുരാട്ടിയുടെ പേര് കന്നിയെന്ന്. ഈ സേവകനെ കൂടെ കൊണ്ടുവന്നു. സേവകൻ ഇതല്ല, മോൻ. സേവകനാണെങ്കിലും രായിന് വന്ന് വിളിച്ചു. പൊന്നാപുരം കോട്ടയെപ്പറ്റി കേട്ടറിഞ്ഞു. എന്നാൽ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കൂട്ടിനാളായി. വിരോധമില്ലെങ്കിൽ ഈ കൂടാരത്തിൽ ഒന്നിച്ചു കൂടാ. ഞങ്ങൾക്കൊരു ശപഥമുണ്ട്. എന്താണാവോ? ഇവളുടെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ 2 ആൺമക്കളോടും എനിക്ക് പകരം വീട്ടണം. അവരുടെ പേര്? കണാരനെന്നും കമ്മുവെന്നും കേട്ടിട്ടുണ്ട്. കണ്ടാൽ 2ന്റെയും തലയെരിഞ്ഞ് ഞങ്ങൾ താഴെയിടും. ഏതായാലും ഇപ്പൊ നമുക്ക് ഒരുമിച്ച് കോട്ടയിലേക്ക് പോവാം. തലയറിയുന്നൊക്കെ പിന്നീടാവാം. പുന്നാപുരം വടക്ക് കൊച്ചുമ. ഇതിനുള്ള സംശയമില്ല. 17 വീടിന്റെ വാതിലും നമ്മൾ മുട്ടി. അടി, ഇടി, തുപ്പ, ചവിട്ട് ഇതെല്ലാം നമുക്ക് കിട്ടി. ഈ വാതിലും നമുക്ക് മുട്ടണം. 18 കണിശം അടവുകൾ 18 തിരുവടികൾ ഒന്ന് മുട്ടി വിളിച്ച്. ഓഹോ, 18 അടവാണല്ലോ കണിശം. ഏതായാലും ഒന്ന് മുട്ടി വിളിച്ച് തിരുവടികൾ. അല്ലേ കാര്യം ചെയ്യാം. ഏതായാലും ഒന്ന് മുട്ടി വിളിച്ച്.
മുട്ടണോ മുട്ടണം എന്നാ രജു മുട്ട. ആരാത്? എന്ത് വേണം? എന്ത് വേണമെന്ന്? അന്ന് കളത്തിൽ വെച്ച് രണ്ടാളല്ലേ? അതെ, രജു തേടിയെത്തി. ഇവിടെ ഇരിക്കാമോ? എത്രയുണ്ട് കയ്യിൽ? 10 ഉണ്ട്. എനിക്ക് എന്ത് കൊണ്ടുവന്നു? എന്നെ പോലെ ആരാ? പോയോ? ആരാ? ഒരുവൻ ഇങ്ങോട്ട് കേറി വരുന്നത് കണ്ടല്ലോ. ഒന്ന് ചുമ്മാ ഇരി. എന്നാലവൻ കടന്നു കാണും. എന്നെ അറിയോ? ഓഹോ, തിരുവടി. അയ്യോ ചതിക്കല്ലേ! അയ്യോ